ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ കഥയിലെ നായികയായിട്ടുള്ള മില്ലിയാണ് കാണിക്കുന്നത്. മില്ലി ഇപ്പോൾ ഒരു പുതിയ ജോലി അന്വേഷിച്ച് വലിയൊരു വീട്ടിലേക്ക് പോവാണ്, അത് തന്റെ കാറിൽ. അങ്ങനെ വീടിന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ബെല്ലടിക്കാനായിട്ട് വരുമ്പോൾ അവിടെയുള്ള ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നു. അകത്തേക്ക് പോകുമ്പോഴാണ് അത്രയും വലിയൊരു വീടാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥയായിട്ടുള്ള നീന എന്ന് പറഞ്ഞ സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങി വരും. മില്ലിയെ സ്വാഗതം ചെയ്തിട്ട് അവളെ നേരെ അകത്തേക്ക് കൊണ്ടുപോയി ഇപ്പൊ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. അല്ല, ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉണ്ടായിട്ട് ഇതുപോലൊരു ജോലി എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് മില്ലിക്ക് നല്ല പഠിപ്പും വിവരമൊക്കെ ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട്ടു ജോലി അന്വേഷിക്കുന്നതെന്നാണ് നീന ചോദിക്കുന്നത്. അപ്പോൾ മില്ലി പറയും, ഇല്ല, എനിക്ക് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമാണ്, നിങ്ങളെ പോലെയുള്ള വലിയ കുടുംബങ്ങൾക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പോൾ നീന പറയും, ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജോലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോ, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ആദ്യം തന്നെ ആ ഒരു വീടെല്ലാം ചുറ്റിക്കാണിക്കാണ്. അപ്പോൾ ഇവിടെയുള്ളത് നീനയുടെ ഭർത്താവായിട്ടുള്ള ആൻഡ്രൂ, അതേപോലെ തന്നെ മകള് സെസിലിയ, അവളെ നമുക്ക് എന്തായാലും സെസ് എന്ന് വിളിക്കാം, അല്ല സെസിലിയ എന്ന് തന്നെ വിളിക്കാം. അപ്പൊ ആ ഒരു വീട് ചുറ്റി കാണിക്കുമ്പോഴത്തേക്കും അത്രയും വലിയൊരു വീടാണ്. അതുമല്ല എല്ലാ സ്ഥലവും നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീടെന്ന് പറയലോ. അതുമല്ല 3 നിലകളുണ്ട്, അത്രയും വലിയ വീടാണ്. കൂടാതെ മറ്റുള്ള മുറികളെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ മില്ലി ചോദിക്കും, ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ഈ ഒരു വീട് നോക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിക്കാരി ആവശ്യമാണെന്ന് ചോദിക്കുമ്പോൾ നീന പറയും, അല്ല, ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ഒരാളുടെ സഹായം വേണം. ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ സിസിലിയുടെ മുറിയെല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവിടെയാണെങ്കിലോ പാവകളൊക്കെ വെച്ചിട്ടുണ്ട്, അവളുടെ അമ്മ, അച്ഛൻ, അവള്, അതുപോലെയാണ് ആ ഒരു പാവയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവരുടെ ആ ഒരു വീടുണ്ട്, പക്ഷെ അത് വെച്ചിരിക്കുന്നതിലെ ആ ഒരു കുട്ടിയുണ്ടല്ലോ സിസിലിയ, അവളുടെ പാവ മാത്രം കുറച്ച് ദൂരെയായിട്ട് ഈ ഒരു ചെയറിൽ നിന്ന് മാറിയിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും മില്ലിക്ക് എന്തോ നല്ലതായിട്ട് തോന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മില്ലിയെ കൂട്ടി നീന നേരെ ഏറ്റവും മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് പോവാണ്. ഈ വീടിന്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള റൂം അത് കാണിച്ചു കൊടുത്തിട്ട്, ജോലിക്കാരോ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് താമസിക്കാനായിട്ട് ഈ റൂമായിരിക്കും കൊടുക്കുന്നത്, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി ഇതായിരിക്കും എന്ന് പറയുമ്പോൾ മില്ലിക്കും അത് അത്ര ഇഷ്ടപ്പെട്ടു, കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു മുറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോൾ അവൾ ഇവിടെ വരെ വന്നതിന് കുറച്ച് പണമെല്ലാം കയ്യിൽ കൊടുത്തിട്ട് ഇത് ചെലവിന് വെച്ചോ എന്ന് പറഞ്ഞ് ഇപ്പോൾ മില്ലി അവിടെ നിന്ന് പോവാണ്. എത്ര നല്ലൊരു സ്ത്രീയല്ലേ. ഇപ്പോഴാണ് നമ്മുടെ മില്ലിയെ പറ്റി കാണിക്കുന്നത്. മില്ലിക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളൊന്നുമില്ല, അവൾക്ക് ആകെയുള്ളത് ആ ഒരു കാർ മാത്രമാണ്. കുളിക്കാനോ മറ്റ് ബാത്റൂമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പബ്ലിക് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ യൂസ് ചെയ്യും. കൂടുതലും വെള്ളം ഉപയോഗിക്കത്തില്ല, തുണി വെച്ചിട്ട് ദേഹം മുഴുവൻ തുടച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു കാറിൽ തന്നെ കിടന്നുറങ്ങും. ഇപ്പൊ നീന കൊടുത്ത ആ ഒരു പണം വെച്ചിട്ടാണ് അത്യാവശ്യത്തിന് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൾ വാങ്ങുന്നത്. അങ്ങനെ ഇത്തവണയും അവൾ ആഹാരം എല്ലാം കഴിച്ചിട്ട് കാറിൽ കിടക്കുമ്പോൾ ആരോ ഒരാൾ കംപ്ലൈന്റ് ചെയ്തു ഈ റോഡിൽ ഇങ്ങനെ കിടക്കുന്ന കാരണം. അപ്പോൾ പോലീസ് വന്നിട്ട് എന്താ ഇവിടെ നിർത്തിയിട്ടേക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയും, ഇല്ല സാർ, ഒരു ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം എന്ന് പറയുന്നതും അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. ആരാന്ന് വെച്ചാൽ നീനയാണ്. അപ്പോൾ മില്ലി എടുത്ത് ഹലോ എന്താ കാര്യം ചോദിക്കുമ്പോൾ നീന പറയും, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മില്ലിക്ക് അത്രയും സന്തോഷമായിട്ട് ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് കാറും എടുത്ത് ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഗേറ്റിന് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ വീടിനുള്ളിലായിട്ട് ഈ ഇലക്ട്രീഷ്യൻ വർക്കും പ്ലംബിംഗ് വർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ജോലിക്കാരനുണ്ട്. അവന്റെ പേര് എൻസോ. ഇപ്പൊ അവനോട് ഗേറ്റ് തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നതും ഗേറ്റ് പെട്ടെന്ന് തുറക്കുന്നു. മില്ലി ആണെങ്കിലോ പെട്ടെന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ മില്ലി ആ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ഇന്നലെ വന്നപ്പോൾ ആ ഒരു വീട് കിടന്നത് എങ്ങനെയാണെന്നറിയാലോ, ഭയങ്കര നീറ്റായിട്ട് ഒരു ചെറിയ പൊടി പോലും ഇല്ലാതെയാണ്. പക്ഷെ ഇത്തവണ നോക്കുമ്പോഴോ എല്ലാം അലങ്കോലായിട്ട് കിച്ചണും എല്ലാം യൂസ് ചെയ്തിട്ടൊന്നും മാറ്റി വയ്ക്കാതെ ഉണ്ടാവുമല്ലോ, അതുപോലെ കിടക്കുകയാണ്. അപ്പൊ തുണിയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗെല്ലാം എടുത്ത് നേരെ മുകളിലേക്ക് പോവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മില്ലി അവളുടെ ജോലി തുടങ്ങി. ഹെഡ്സെറ്റ് എല്ലാം വെച്ച് പാട്ടെല്ലാം കേട്ടിട്ട് ഇപ്പൊ ഈ വീട് വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ജോലി ചെയ്ത് നിൽക്കുമ്പോഴാണ് ആൻഡ്രൂയും സെസിലിയും അവളുടെ ഭർത്താവും മകളുണ്ടല്ലോ, ഇവർ രണ്ടുപേരും വീടിനകത്തേക്ക് വരും. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നീന നേരെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ജോലിക്കാരിയായിട്ടുള്ള മില്ലി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ സെസിലിയാണെങ്കിലോ എന്തിനാ ഇപ്പോൾ ഒരു ജോലിക്കാരി എന്നുള്ള രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. അപ്പോൾ നീന മില്ലിയോട് പറയും, മില്ലി നീ പോയി കിടന്നുറങ്ങിക്കോ, ഇന്നത്തേക്ക് മതി എന്ന് പറയുന്നതും മില്ലി ഇപ്പോൾ നേരെ അവളുടെ റൂമിലേക്ക് പോകും. അങ്ങനെ ആ റൂമിനകത്തേക്ക് വന്നിട്ട് ഇപ്പോൾ റൂമെല്ലാം നല്ലതുപോലെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അവളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ റൂമിന്റെ അകത്ത് നിന്നും ഈ പൂട്ടാനായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല, അതേപോലെ തന്നെ ജനാല അത് തുറക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോഴാണ് നീന അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അതില്ല റൂമിനകത്ത് ഇരിപ്പുണ്ട്, നിനക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും മില്ലി ചോദിക്കും, അല്ല എന്തുകൊണ്ട് ഈ ഒരു ജനാലയെന്ന് തുറക്കാൻ കഴിയാത്തത്? അതേപോലെ തന്നെ മെയിൻ ഡോറിലാണെങ്കിലോ അകത്ത് നിന്ന് പൂട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നുമില്ല, വെളിയിൽ മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നീന പറയും, അയ്യോ മില്ലി നീ സംശയിച്ചത് എന്തായാലും ശരി തന്നെയാണ്, ആർക്കായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് പേടിയായിട്ട് തോന്നും, ഒരാളെ അടച്ചിടുന്ന മുറി പോലെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതിന് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജനാലയും പെട്ടെന്ന് തന്നെ തുറക്കാൻ കഴിയും.
അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതേ ഈ ഒരു ഫോൺ നീ വെച്ചോ, ഇതിൽ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്രോൾ അടിക്കുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത് ഇതെല്ലാം നിനക്ക് ഈ ഫോണിലൂടെ തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നീന ചോദിക്കും, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ച് അവളെ കെട്ടിപ്പിടിച്ച് നീന അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ മില്ലി കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. കാരണം ഇത്രയും ദിവസം അവൾ കാറിലാണ് കിടക്കുകയെല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു നല്ല ബെഡ് കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ കണ്ണു തുറക്കുന്നതും അയ്യോ ലേറ്റായി പോയെന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് അവൾ വന്ന് ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഡോർ തുറക്കുന്നില്ല. ഒരു നിമിഷം അവളങ്ങ് പേടിയും. പിന്നീട് കുറച്ച് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഡോർ അങ്ങ് തുറന്നു വരുന്നുണ്ട്. അപ്പോഴാണ് ആശ്വാസം വന്നത്. അങ്ങനെ മില്ലി വെട്ടുന്ന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നീന കിച്ചണിൽ കിടന്നിട്ട് നമ്മളിതുപോലെ ബഹളം വെക്കുന്നു. ഞാൻ എഴുതി വെച്ച ആ ഒരു പേപ്പർ എവിടെ, അത് കണ്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം. അതേപോലെ തന്നെ അവിടെയുള്ള പാത്രങ്ങളെല്ലാം താഴേക്കിട്ട് പൊട്ടിക്കുന്നു. അതിനിടയിൽ അവളുടെ കൈയെല്ലാം മുറിയുന്നു, എന്തോ മാനസിക പ്രശ്നമുള്ളതുപോലെ. അപ്പൊ ആൻഡ്രൂ ആണെങ്കിൽ അടുത്ത് നിൽപ്പുണ്ട്. അവസാനം പറഞ്ഞ് നമ്മുടെ മില്ലിയാണ് ആ പേപ്പർ എടുത്തത് എന്നും പറഞ്ഞിട്ട് മില്ലിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്കും ആൻഡ്രൂ അവളെ പൊക്കി എടുത്തിട്ട് ഹേയ് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആണെന്നും പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. നീനയ്ക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ വന്ന മില്ലിയെ ഇതുപോലെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മില്ലി വെട്ടുന്നത് അവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആൻഡ്രൂ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സോറി മില്ലി, നീന അങ്ങനെയാണ്, നീ അത് വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് അവൻ നേരെ മുകളിലേക്ക് പോകുന്നു. അതേസമയം വെളിയിലുള്ള ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ എൻസോ, അവനാണെങ്കിലോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് മില്ലി വേസ്റ്റ് എല്ലാം വെളിയിലേക്ക് കൊണ്ടിടാൻ വരുമ്പോഴാണ് എൻസോ അവളെ കണ്ടിട്ട് നീ ഒരു കാരണവശാലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ മില്ലി പറയും, ഞാനിവിടെ ജോലിക്കാണോ വന്നിരിക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ അടുത്ത എന്തോ ഒരു കാര്യം പറയാനായിട്ട് അവൻ വരുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് നീനയുണ്ടല്ലോ അവനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. അത് കാരണം അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മില്ലി ഇപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ എന്തോ ഒരു മരുന്ന് കിടക്കുന്നു. അതെടുത്തിട്ട് ആ കണ്ണാടിക്ക് പിറകിലും മരുന്നുണ്ടാവുമെന്ന് വിചാരിച്ച് അത് തുറക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് പുറകില് നീന വന്ന് നിൽക്കാണ്. എന്നിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോ എനിക്ക് കുളിക്കണമെന്നും പറഞ്ഞ് മില്ലിയെ വെളിയിലേക്ക് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലെ മില്ലി സിസിലേക്ക് വേണ്ടി ചിക്കൻ എന്തോ ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കിയിട്ട് നേരെ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ജ്യൂസ് കുടിക്കാനായിട്ടുള്ള ഗ്ലാസ് എടുത്ത് വെക്കുമ്പോൾ ആ ഗ്ലാസ് അത്രയും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ട സിസിലിയ പറയും, ഇത് കുറച്ചുകൂടി നല്ലതുപോലെ ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ മില്ലി പറയും, അല്ലെ ഇത് ക്ലീൻ ആണെന്ന് പറയുമ്പോൾ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രിവിലേജ് ആണ്, ഒരു ഗൗരവം പോലെ. അത് കുടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രമേ കുടിക്കാവൂ എന്നെല്ലാം എന്തോ വലിയവരെ പോലെയെല്ലാം പറയുന്നു. ഓക്കെ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മില്ലി ആ ഒരു ഗ്ലാസ് കൊടുത്ത് നേരെ കിച്ചണിലേക്ക് വന്ന് അത് നോക്കുമ്പോൾ നല്ല ക്ലീൻ തന്നെയാണ്. ഇപ്പൊ ആ ഒരു ഗ്ലാസ് മാറ്റി വേറൊരു ഗ്ലാസ് കൊണ്ടുവന്ന് അതിലാണ് ആ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാം വളരെ പെർഫെക്റ്റ് ആവണമെന്ന് തന്നെയാണ് ആ ഒരു കുട്ടിയും വിചാരിക്കുന്നത്. ഇപ്പൊ ആൻഡ്രൂ മില്ലിയോട് ഞങ്ങളോട് പേരുന്ന ആഹാരം കഴിക്കാൻ പറയുമ്പോൾ മില്ലി പറയുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവള് നേരെ റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആൻഡ്രൂവിനെ പറ്റിയും നീനയെ പറ്റി അവരുടെ ഫോട്ടോസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതെല്ലാം അവൾ പരിശോധിക്കുകയാണ്. അങ്ങനെ ഫോൺ നോക്കി ഇരിക്കുമ്പോഴത്തേക്കും ആ റൂം തുറന്ന് ആൻഡ്രൂ ഉണ്ടല്ലോ അവരെന്തോ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് വരുന്നു. എന്നിട്ട് അവൾക്കെടുത്ത് കൊടുത്ത് അവളുടെ ചുണ്ടും മുഖമെല്ലാം ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് കിസ് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് അവള് സ്വപ്നം കണ്ട് ഞെട്ടിയിരുന്നേൽക്കാട് അത് സ്വപ്നമായിരുന്നു. എന്തു പറയും, ഇല്ല ഇത് തെറ്റാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ താഴേക്ക് വന്നിട്ട് ലില്ലി സാധാരണ പോലെ തന്നെ ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും നീന അവിടേക്ക് വന്ന് ആ റൂമിന്റെ കീ ചോദിച്ചില്ലേ, ദേ ഇതാണെന്ന് പറഞ്ഞ് ആ താക്കോൽ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ഫുഡെല്ലാം നോക്കിയിട്ട് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്ന് നമ്മളെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ മില്ലി പറയും, ഹേ അതല്ല, ഇന്ന് ശനിയാഴ്ചയാണ്, എനിക്ക് വെളിയിൽ പോകണം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന നീന ഇല്ല ഇന്ന് പോകാൻ കഴിയത്തില്ല എന്ന് പറയും. ഞാൻ എഴുതി വെച്ച ആ ഒരു ബുക്ക് അത് നീ കാരണം കാണാതായി, അതുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നീ എവിടെ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കറക്റ്റ് സമയത്ത് ആൻഡ്രൂ താഴേക്ക് വരുന്നതും മില്ലി ഒരു കുഴപ്പമില്ല നീ പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മില്ലിക്ക് പോകാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ശനിയാഴ്ച പോലും എവിടെയും പോകാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മില്ലി നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ, ഈ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ചാല് മില്ലിയുടെ റെസ്യൂമില് അവൾ കൊടുത്തിരുന്ന ഡീറ്റെയിൽസ് എല്ലാം കള്ളമായിരുന്നു. കാരണം അവൾ 15 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ്. അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം അനുഭവിച്ച് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള 5 വർഷം പരോള് പോലെ വെളിയിൽ അവൾക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ ഇപ്പോഴും പോലീസിന്റെ ആ ഒരു കൺട്രോളിലായിരിക്കും. ആഴ്ചയിൽ വന്നിട്ട് സൈൻ ചെയ്യണം. കാരണം വേറെ ഒന്നല്ല, അവൾ ജയിലിൽ നല്ലതുപോലെ നടന്നതുകൊണ്ട് അവളെ പുറത്തേക്ക് വിട്ടതാണ്. പക്ഷെ അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഓഫീസിൽ ആ ലേഡി മില്ലിയോട് പറയുന്നുണ്ട്, ഓക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആ ഒരു വീട്ടിൽ നല്ലപോലെ നിൽക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നെല്ലാം പറഞ്ഞ് മില്ലി വെളിയിലേക്ക് വരുമ്പോൾ തന്നെ നീനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, സിസിലിയ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോഴത്തേക്ക് അവളെ വിളിച്ചോണ്ട് വരണം. ഇപ്പൊ ഏത് ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോയിട്ടുള്ളത് എന്നുപോലും അവൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ മില്ലിയായിട്ട് തന്നെയാണ് അത് ഫോണിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോകുന്നത്.
അങ്ങനെ അവിടെ വന്നിട്ട് സിസിലിയെ വിളിക്കുമ്പോഴത്തേക്കാണ് സിസിലിയ പറയുന്നത്, ഇല്ല, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊപ്പം അവളുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. ഞാൻ അമ്മയോട് നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ അമ്മ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ മില്ലി പറയും, ഇല്ല സിസിലിയ, അതൊരിക്കലും പറ്റത്തില്ല. നിന്റെ അമ്മയാണ് ഇപ്പോൾ പറഞ്ഞത് നിന്നെ കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് നീ എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞ് മില്ലി വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതും പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ അമ്മ വിട്ടെന്ന്, ഏയ് കുഴപ്പമില്ല, ഞാൻ എന്തായാലും നീനയെ വിളിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞ് അവര് നീനയെ വിളിച്ചിട്ട്, ഓക്കെ നിന്റെ ജോലിക്കാരുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാന്ന് പറയുന്നതും മില്ലി ഇപ്പോൾ ഫോൺ വാങ്ങി സംസാരിക്കുമ്പോൾ എന്തോ ഒരു കാര്യം നീന പറഞ്ഞിട്ടുണ്ട്. അവളുടെ മുഖം പെട്ടെന്ന് മാറുന്നു. അങ്ങനെ മില്ലി അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ നീനയുടെ അമ്മായി ഉണ്ടല്ലോ, ഭർത്താവിന്റെ അമ്മ, അവർ വേറെ ഏതോ ഒരു രാജ്യത്താണ് താമസിക്കുന്നത്. അതുമല്ല ഇവിടെ തന്റെ മകനെയും മരുമകളെയും കാണാനായിട്ട് വരുമ്പോഴത്തേക്കും ഗിഫ്റ്റായിട്ട് കുറെ പാത്രങ്ങളെല്ലാം കൊണ്ടുവരും. അതുപോലെ ഇപ്പോഴും കുറെ പാത്രങ്ങൾ ചൈനയിൽ നിന്നോ എവിടെ നിന്നോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുമല്ല പണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്, ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഗൗരവമാണ് എന്നുള്ള രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മില്ലിയോട് പ്രത്യേകം പറയുന്നുണ്ട്, നീന എപ്പോഴും ദേഷ്യം കാരണം ഈ പാത്രങ്ങളൊക്കെ ഉടയ്ക്കുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് അവൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് മാറ്റി വേണം ഈ ഒരു പാത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് എന്ന് പറഞ്ഞ് മില്ലിയെ ഏൽപ്പിക്കും. അങ്ങനെ മില്ലിയും അത് വാങ്ങി മുകളിലേക്ക് പോകുന്നതും ഇപ്പം ആൻഡ്രോ അവിടേക്ക് വന്നിട്ട് അവൻ്റെ അമ്മയെ യാത്ര പറഞ്ഞ് അയക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ അമ്മയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, ആ ഒരു ബഹുമാനം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും മില്ലി തൻ്റെ റൂമിൽ കിടക്കുമ്പോൾ അവൾക്കൊട്ടും ഉറക്കം വരുന്നില്ല. കുറേ നേരം കിടന്ന അവസാനം ഓക്കെ TV കാണാമെന്ന് പറഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് TV ഇട്ടിട്ട് അതിന് മുന്നിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവിടേക്ക് ആൻഡ്രൂ നടന്നു വരുന്നത്. അപ്പോൾ മില്ലി പെട്ടെന്ന്, സോറി സാർ, ഞാൻ എന്തായാലും ഇത് ഓഫ് ചെയ്യാന്ന് പറയുമ്പോൾ ആൻഡ്രൂ പറയും, ഇല്ല കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു ഷോ നല്ല ഇഷ്ടമാണ്, എന്തായാലും ഞാനും കാണുവാണെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിരിക്കും. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു TV ഷോ എല്ലാം കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാലിലൊക്കെ തൊടുന്നുണ്ട്. പക്ഷേ മോശമായിട്ടുള്ള രീതിയിലൊന്നല്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നീനയെ പറ്റി ആൻഡ്രൂ പറയുന്നത്. നീനയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ വീട്ടിൽ എന്തോ ഒരു തീപിടുത്തം നടന്നു. അതിൽ നീനയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു എന്നും, പക്ഷെ അവരുടെ വീട്ടിൽ ആ ഒരു തീ എങ്ങനെയാണ് പിടിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും സംശയിക്കുന്നത് നീനയാണ് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നീന വിട്ടുന്ന അവിടേക്ക് വരുമ്പോൾ ഇവർ ആ ഒരു ടോപ്പിക്ക് അങ്ങ് മാറ്റും. നീന വന്നിട്ട്, അല്ല എന്താ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല നിന്നെ പറ്റിയാ സംസാരിച്ചത്. അപ്പോൾ നീന, അല്ല എന്താ ലേറ്റ് ആവുന്നേ, ബാ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് ആൻഡ്രൂവിനെ വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ നീന മില്ലിയെ നോക്കിയിട്ട് പറയും, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മുഖത്തടിച്ചതുപോലെയാണ് അവൾ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഈ ഒരു ജോലി വിട്ട് തന്നെ ഞാൻ പുറത്താകും എന്നുകൂടി പറയുന്നത് മില്ലി പറയും, ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി നല്ലതുപോലെ ശ്രദ്ധിക്കാമെന്നും പറഞ്ഞു. ഇപ്പോൾ നീന പറയും, ഓക്കെ ഒരാഴ്ച ഞാൻ നോക്കാം, നല്ലതുപോലെ ഡ്രസ്സെല്ലാം ധരിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാകാതെ നിൽക്കണമെന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നീനയുടെ സുഹൃത്തുക്കൾ ആ വീട്ടിലേക്ക് വരുന്നു. എല്ലാവരും പണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്നിട്ട് ഇവരെല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മില്ലി അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ്. ഇത് കാണുന്ന നീന അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് എന്താ നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എല്ലാവർക്കും കോഫി ഒഴിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് നീന മുറിയിലേക്ക് പോകുമ്പോൾ മില്ലി വന്നിട്ട് അവർക്ക് കോഫിയെല്ലാം ഒഴിച്ചു കൊടുക്കാണ്. അങ്ങനെ നീന അവിടെ നിന്ന് പോയെന്ന് മനസ്സിലാക്കുന്നതും ആ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൾ എന്തൊരു സൈക്കോ സ്ത്രീയാണ്. പക്ഷെ ഇവളുടെ ഭർത്താവ് ആൻഡ്രൂ ഒരു നല്ല മനുഷ്യൻ, അത് മാന്യനായിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരാളാണെന്നെല്ലാം ഈ സുഹൃത്തുക്കളെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ നീന തിരിച്ചു വരുമ്പോഴാണെങ്കിലോ ഇവരെല്ലാവരും ടോപ്പിക്ക് മാറ്റി ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മില്ലിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ മില്ലി അവിടെ നിൽക്കുന്നത് കാണുന്നതും എന്താ നോയിക്കൊണ്ട് നിൽക്കുന്നത്, പോയി ജോലി ചെയ് എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ മില്ലിക്കാണെങ്കിൽ ഈ ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ട്. അന്നും അവൾ ആ ഒരു ഡയറി എഴുതുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് നീന വെളിയിൽ വന്ന് നിൽക്കാണ്. ഇപ്പൊ നീന പറയും, നാളെ എനിക്കും ആൻഡ്രൂവിനും സിറ്റിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടേക്ക് പോകണം, അതുകൊണ്ട് സിസിലിയെ നീ നോക്കണം, നിനക്ക് ശനി ഞായറും വേറെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ മില്ലി പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ആവുന്നതും നീനയും ആൻഡ്രൂവും കാറിൽ അവിടെ നിന്ന് പോവാണ്. അവർ പോയതിനു ശേഷം മില്ലി നേരെ ബാത്റൂമിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിനകത്തുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ കുറേ മരുന്നുകളുണ്ട്. എല്ലാം നെറ്റിലെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീ, അത്രമാത്രമേ പറയാനുള്ളൂ. ഇത് മനസ്സിലാക്കിയ മില്ലി എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് മറ്റേതൊരു സ്ഥലത്ത് വിളിച്ചിട്ട് ജോലി ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പൊ ഇത് സിസിലിയെ കേൾക്കും. ഇപ്പോൾ സിസിലിയെ ചോദിക്കും, എന്തു പറ്റി, വേറെ ജോലി നോക്കുവാണെന്ന് ചോദിക്കുമ്പോൾ മില്ലി പറയും, ഇല്ലില്ല നീ കേട്ടത് തെറ്റാണ്, ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല എന്ന് പറയും. അല്ല സിസിലിയ, നിനക്കിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സിസിലിയ പറയും, സാൻഡ്വിച്ച്. അങ്ങനെ ആ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് അവളുടെ മുന്നിൽ വെക്കുമ്പോൾ സിസിലിയ പറയും, എനിക്കിപ്പോ എന്തായാലും കഴിക്കാൻ മൂടില്ല, ഞാൻ പോവാണെന്നും പറഞ്ഞ് അവൾ പോകുന്നതിന് മുന്നേ മില്ലിയെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ ജോലി എന്താണ്,
ഇവിടെ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രം. അല്ലാതെ എന്നോട് കൂട്ടുകൂടുക, അതിനുവേണ്ടി ട്രൈ ചെയ്യുക, ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് സിസിലിയ അവിടെ നിന്ന് പോകുന്നത്. എത്ര തെളിവോടെയാണ് ആ ഒരു കുട്ടി സംസാരിക്കുന്നത് നോക്ക്. അത് കഴിഞ്ഞിട്ട് അവളുടെ മുറിയിലേക്ക് മില്ലിയെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് മില്ല് ശ്രദ്ധിക്കുന്നത് ഇവരുടെ ഈ വീടുണ്ടല്ലോ, അത് തന്നെ ഒരു ചെറിയ കളിപ്പാട്ടമായിട്ട് അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മുകളിലത്തെ മുറിയില് മില്ലിയുടെ കാറിൽ നിന്നെടുത്തൊരു പാവ മില്ലിക്ക് പകരമായിട്ട് ആ ഒരു മുറിയിൽ വെച്ചേക്കുന്നു. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ നീന വളരെ ടെൻഷനായിട്ട് വീടിനകത്തേക്ക് കയറി വരികയാണ്. എന്താണ് കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് ഇവര് രണ്ടുപേരും സിറ്റിയിലേക്ക് പോയിട്ട് എന്തോ ഡോക്ടറിനെ കണ്ട് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ എടുത്തു. അതില് നീനയ്ക്ക് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൾ അത്ര ടെൻഷനായത്. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് ഒരുപാട് കുട്ടികളെ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവളെ കൊണ്ടൊരിക്കലും കഴിയത്തില്ലല്ലോ. അപ്പോൾ സിസിലി ആരാന്ന് ചോദിക്കുമ്പോൾ അത് അവന്റെ മകള് തന്നെയാണ്. അവൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഞാൻ എന്തായാലും പിന്നീട് പറയാം. അപ്പോൾ തനിക്ക് നീനയിലൂടെ കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ നീനയ്ക്ക് അതൊരിക്കലും കഴിയത്തില്ല എന്നുള്ള കാര്യം വളരെ വിഷമത്തോടെ ആൻഡ്രൂ പറയുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മില്ലി തന്റെ റൂമിലിരിക്കുമ്പോഴാണ് താഴെ ഇവര് രണ്ടുപേരും നീനയും ആൻഡ്രൂവും വഴക്ക് കൂടുന്ന ആ ഒരു ശബ്ദം കേട്ട് മില്ലി പതിയെ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ ഒരു ഡോറിന് മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് നീന ഡോർ തുറക്കുന്നതും അവളുടെ കയ്യിൽ എന്തോ ഒരു കത്തിയിരിക്കുന്നു, അതിൽ രക്തമെല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ മില്ലി പെട്ടെന്ന് സാർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആൻഡ്രൂ പെട്ടെന്ന് നീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഏയ് ഒരു കുഴപ്പമില്ല, നീന അകത്തേക്ക് പോന്ന് പറഞ്ഞ് നീനയെ അകത്തേക്ക് പറഞ്ഞുവിടും. എന്തോ കുഴപ്പമില്ലാത്തതുപോലെ അടിപൊളി സൈക്കോ ഭാര്യയും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ മില്ലി അവളുടെ ജോലിയെല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. നീനയാണെങ്കിലോ ഇന്നലെ രാത്രി ഒന്നും നടക്കാത്തതുപോലെ അവളുടെ അടുത്തേക്ക് കുറെ തുണികളുമായിട്ട് വന്നിട്ട് ദേ ഇതെല്ലാം എന്റെ തുണിയാണ്, ഇതൊന്നും ഞാൻ ധരിക്കാറില്ല, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ എടുത്തോന്നും പറഞ്ഞ് മില്ലിക്ക് കൊടുക്കും. മില്ലി വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് കൊടുക്കും. എന്നിട്ട് എനിക്കൊരു സഹായം ചെയ്യണം, ഒരു മ്യൂസിക് ഷോ ഉണ്ട്, അതൊന്ന് ബുക്ക് ചെയ്ത് തരാൻ കഴിയുമോ? ഇന്നലെ ഞാൻ എന്റെ ഭർത്താവുമായിട്ട് വഴക്കുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അതൊന്ന് ബുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഹോട്ടലിൽ റൂമും ബുക്ക് ചെയ്യണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനായിട്ട്. ഇതെല്ലാം അടുത്ത ശനിയാഴ്ചയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മില്ലി ചോദിക്കും, അല്ല സിസിലിയ, അവളന്ന് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത്, നിനക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് ഇരിക്കാം, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മില്ലി പറയും അതെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സിസിലിയെ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ്. അവിടെയാണ് നമ്മുടെ ഹീറോയും മില്ലിയെ പോലെ തന്നെ വേറൊരു പെണ്ണും അവിടെ ഇരിപ്പുണ്ട്, വേറെ ഏതൊരു വീട്ടിലെ ജോലിക്കാരി. ഇപ്പൊ ആ പെണ്ണ് സിസിലിയെ നോക്കിയിട്ട് മില്ലിയോട് പറയും, ഈ പെണ്ണ് കുറച്ച് ഡിഫറന്റ് ആണല്ലേ, ദേ എല്ലാ കുട്ടികളും കളിച്ചു കഴിഞ്ഞ അവസാനമാണ് അവൾ കളിച്ച് തീർക്കുന്നത് തന്നെ. എന്തായാലും ഈ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ വളർത്തുന്ന അവളുടെ അമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മില്ലി ചോദിക്കും, അല്ല നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ, നിനക്കെന്താ മനസ്സിലാവുന്നില്ലേ? അവളുടെ അമ്മ നീന അവരൊരു സൈക്കോ സ്ത്രീയാണ്. നിനക്കൊരു കാര്യം അറിയോ, സെസിലിയ കുട്ടിയായിരിക്കുമ്പോൾ നീന തന്നെ അവളെ ബാത്ത് ടബിൽ മുക്കി കൊല്ലാനായിട്ട് ശ്രമിച്ചു. അതിൽ പോലീസ് നീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരെ പോയിട്ടുണ്ട്. പിന്നെ കുറെ നാളെ ഏതോ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു 6-7 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നത്. ഇത്രയായിട്ടും അവരുടെ ഭർത്താവിനെ സമ്മതിക്കണം, കാരണം ആ ഒരു സ്ത്രീയെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നല്ല ആ ഒരു പെണ്ണ് നമ്മുടെ മില്ലിയോട് പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സിസിലിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടാണ് വെളിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് മില്ലി പോയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ പറയുന്ന ഒരേ ഒരു കാര്യം, നീ ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കരുതെന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനായിട്ട് അവൻ വരുന്ന സമയത്ത് നീന അവിടേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കും, അല്ല ഇവിടെ എന്താ ചെയ്യുന്നേ, നീ എന്താ ഈ ചെയ്തു വെച്ചേക്കുന്ന ചോദിക്കുമ്പോൾ മില്ലിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഇവർക്കൊരു ഷോയ്ക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണം. തന്റെ മകള് സിസിലിയ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവള് തന്നെയാണല്ലോ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ അതെല്ലാം എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ച് മില്ലിയെ വഴക്കു പറയുന്നു. ഇപ്പൊ മില്ലി പറയും, അല്ല നീന നിങ്ങളല്ലേ പറഞ്ഞ ഇതെല്ലാം ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നീന പറയും, ഇല്ല ശനിയാഴ്ച എനിക്ക് എന്റെ മകളെയും കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, അവിടെ പോയിട്ട് 2 ദിവസം എനിക്ക് താമസിച്ചിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അന്നത്തെ ദിവസം ഇതുപോലൊരു കാര്യം ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ നിന്നോട് പറയണം? വെറുതെ എന്റെ പൈസ പോകാനോ? അതുമല്ല നീ ഇതെല്ലാം ബുക്ക് ചെയ്തല്ലോ, ഒരിക്കലും ആ ഒരു പണമൊന്നും റീഫണ്ട് ആയിട്ട് കിട്ടത്തുപോലുമില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. ഈ പണമല്ല നിന്റെ സാലറിയിൽ നിന്ന് ഞാൻ പിടിക്കുമെന്ന് പറയുമ്പോൾ മില്ലിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് തന്നെ പറഞ്ഞിട്ട് ഇപ്പൊ അവര് തന്നെ മാറ്റി പറയുന്നു, എന്തായാലും ഭ്രാന്തി സ്ത്രീ തന്നെ. അങ്ങനെ ആ ഒരു രീതിയിൽ അവൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇപ്പൊ കറക്റ്റ് സമയത്ത് ആൻഡ്രൂ അവിടേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നീന പറയും, ഇവിടെ ഇതുപോലെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നല്ല, നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആൻഡ്രൂ പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, നീ അകത്തേക്ക് പോയിക്കോ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു നീനെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോ മില്ലി ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഇല്ല കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട, അതൊന്നും നിന്റെ സാലറിയൊന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ഓക്കെ താങ്ക്സ് അവള് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ സിസിലിയെയും കൊണ്ട് അവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നീന ആ ഒരു ദിവസം സിസിലിയനെയും കൂടി വെളിയിലേക്ക് പോകുന്നു. ഇപ്പോ വീട്ടിലുള്ളത് മില്ലിയും ആൻഡ്രോയും മാത്രം. അങ്ങനെ മില്ലി അവളുടെ റൂമിൽ നിന്ന് കുളിച്ച് ബാത്റൂമും അവളുടെ റൂമും വേറെ വേറെയാണ്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് അവൾ പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് വസ്ത്രം മാറാനായിട്ട് വരുമ്പോഴത്തേക്കും ആൻഡ്രൂ മുകളിലേക്ക് കയറി വരും. പെട്ടെന്ന് അവളെ കാണുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞ് അവൻ നേരെ താഴേക്ക് ഓടി പോവാണ്. പെട്ടെന്ന് അവൾക്കും എന്തോ പോലെ ആയിപ്പോയി. അതുപോലെ അവൻ ഇങ്ങനെ പെരുമാറുമ്പോഴത്തേക്കും നല്ലൊരാള് എന്നുള്ള രീതിയിൽ
അവളിപ്പോൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് താഴേക്ക് വരും. എന്നിട്ട് അവൾ പറയും, സോറി, സാധാരണ ഞാൻ ബാത്റൂമിൽ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ഇന്നത് നടന്നില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആൻഡ്രൂ പറയും, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല, അതൊരിക്കലും നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ കിച്ചണിലെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ആൻഡ്രൂ പറയുന്നത്, ഓക്കെ, ഇനിയിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നീനെയാണെങ്കിൽ ഏതോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അത് റീഫണ്ട് കിട്ടാൻ പോകുന്നില്ല, വെറുതെ എന്തിനാ ഒരു പണം അവർക്ക് പോകുന്നേ, എന്തായാലും നമുക്കത് ഉപയോഗിക്കാം, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ആ ഒരു മ്യൂസിക് ഷോയിലേക്ക് പോയാലോ, പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സ് മാറി വരാൻ പറയുന്നത്. മില്ലിയും ഓക്കെ പറഞ്ഞിട്ട് അവള് നേരെ റൂമിലേക്ക് പോയി നീന കൊടുത്ത ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിലൊരു ഡ്രസ്സ് എടുത്തിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആൻഡ്രോയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു മ്യൂസിക് ഷോയിലേക്ക് പോകുന്നു. അത് ഇപ്പൊ സ്വന്തം ഭാര്യ പോലും അല്ല, ജോലിക്കാരിയാണ്. ഇത് വല്ലോ നീന അറിഞ്ഞു കഴിഞ്ഞാലേ ഉള്ള പ്രശ്നം എന്താണെന്നറിയാലോ. അങ്ങനെ ആ ഒരു ഷോ നല്ലതുപോലെ ഇവർ കാണുന്നു. അതിൽ പകുതി നേരവും ആൻഡ്രൂ മില്ലിയെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഷോ കഴിഞ്ഞ് ഓക്കെ നമുക്ക് ഏതായാലും കഴിച്ചാലോ എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും കഴിക്കാനായിട്ട് പോകുന്നു. നല്ല വില കൂടിയ ആഹാരം, വൈൻ ഇതെല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ആ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു, അവിടെ റൂം, അതും വെറുതെ ആക്കണ്ട, അവിടെയും പോയി താമസിക്കാന്നും പറഞ്ഞ് ഇപ്പൊ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മില്ലിക്ക് അവന്റെ അടുത്തായിട്ട് തന്നെയുള്ള മറ്റൊരു റൂമാണ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും നേരെ റൂമിലേക്ക് പോകുന്നു. മില്ലിയെ കാണിക്കുമ്പോഴത്തേക്കും അവള് റൂമിലിരുന്ന് ഫോൺ നോക്കാണ്. നീനാണെങ്കിലോ നിർത്താതെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ കിച്ചണെല്ലാം വൃത്തിയാക്കണം, സിസിലിയുടെ റൂം വൃത്തിയാക്കണം, എന്താ ഫോൺ എടുക്കാതെ, മെസ്സേജ് റിപ്ലൈ തരാതെ എന്നെല്ലാം നിർത്താതെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ നേരെ ഈ ഫോൺ കൊണ്ടുവന്നിട്ട് ആൻഡ്രൂവിനെ കാണിച്ചിട്ട്, ദേ നോക്ക്, നീന അവള് വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം, ഈ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഈ ഒരു ജോലി വേണം, ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ ആൻഡ്രൂ പറയും, നീ അകത്തേക്ക് വാ, കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു. ഇപ്പൊ അവൾ അവളുടെ വിഷമമെല്ലാം അവനോട് പറയുമ്പോൾ അവൻ ഇപ്പോ ഓക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവസാനം എന്തു പറ്റിയെന്നറിയത്തില്ല, പെട്ടെന്ന് അവളെങ്ങ് ഉമ്മ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആൻഡ്രൂ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് തന്റെ ഫോൺ നോക്കി മില്ലിയോട് പറയും, അവര് വരാനായിട്ട് ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്, അതിനു മുന്നേ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകണം, പിന്നെ നമ്മൾ തമ്മിൽ നടന്ന കാര്യങ്ങളൊന്നും നീന അറിയണ്ട, കാരണം എനിക്ക് അവളെ അത്ര ഇഷ്ടമാണ്. അപ്പോൾ മില്ലി പറയും, ഓക്കെ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് കയറുന്നത് ആൻഡ്രൂ നീനയും അതേപോലെ തന്നെ സിസിലിയുടെ പേരുണ്ടല്ലോ അത് വിളിച്ച് നോക്കുന്നുണ്ട്, രണ്ടുപേരും വീട്ടിലുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും രണ്ടുപേരും വീട്ടിലില്ല. ഇപ്പൊ അവരില്ലാന്നറിയുന്നതും പെട്ടെന്ന് മില്ലിനെ പൊക്കിയെടുത്ത് റൂമിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം നീന തിരിച്ച് വീട്ടിലേക്ക് വരാണ്. വന്ന ഉടനെ തന്നെ നമ്മുടെ മില്ലിയോട് എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസം എന്ന് ചോദിക്കുമ്പോൾ മില്ലി പറയും, ആ കുഴപ്പമില്ലായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വന്നു എന്നെല്ലാം കള്ളം പറയും. അത് കഴിഞ്ഞാണ് നീന ആൻഡ്രൂവിനോട് ഒരു സത്യം പറയുന്നത്. എന്താന്ന് വെച്ചാല് മില്ലി ഇതുപോലെ 10 വർഷം ജയിലിൽ കിടന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നീന എങ്ങനെയോ മനസ്സിലാക്കി. എന്നിട്ട് ആൻഡ്രൂവിനോട് പറയും, അവിടെ നമ്മളോട് കള്ളം പറയായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട ആൻഡ്രൂവിനും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ മില്ലിയെ നീനെ വിളിച്ചിട്ട് അവളുടെ കാറിന്റെ കീ കൊടുത്ത് ഓക്കെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ മില്ലി കാർ കൊടുത്ത് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് അവൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴാണ് നീനയുടെ സുഹൃത്ത് ആ വീട്ടിൽ വന്നല്ലോ. അതിലൊരു സ്ത്രീ ഇപ്പോൾ മില്ലിയെ കണ്ടിട്ട്, ഹേയ്, ഇത് നീനയുടെ ഫോണല്ലേ? മില്ലി പറയും, അതെ. ഓ, അപ്പോൾ നിനക്കൊരു കാര്യം അറിയത്തില്ലല്ലേ, ഇപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും അവരുടെ ജോലിക്കാർക്ക് ഓണർമാർ തന്നെയാണ് ഫോൺ കൊടുക്കുന്നത്, പക്ഷേ ആ ഫോണിലെ എല്ലാ കൺട്രോളും ഓണറിനുണ്ടാവും. നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു, ആർക്ക് മെസ്സേജ് അയക്കുന്നു, ഈ എല്ലാ ഡീറ്റെയിൽസും നിന്റെ ഓണറിനും അറിയാൻ കഴിയും എന്നുകൂടി പറയുന്നതും അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ എന്നുകൂടി പറയുമ്പോഴത്തേക്കും മില്ലിക്ക് ഇപ്പോൾ ചെറിയ ടെൻഷനായി. കാരണം ഇവരെവിടെ പോയി എന്ത് കാര്യം ചെയ്തു, ഇതൊക്കെ ഇനി ഇപ്പോൾ നീന അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടെൻഷൻ. എന്നിട്ട് മില്ലി ഇപ്പോൾ വെളിയിലേക്ക് വന്ന് ആ ഒരു കാർ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോലീസ് വന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്യാണ്. മില്ലിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ നീനയുടെ കാർ മോഷ്ടിച്ചെന്നും പറഞ്ഞ് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. സത്യത്തിലെ കാറിന്റെ കീ കൊടുത്തതേ നീനയാണ്. എന്നിട്ട് അവൾ ഇതുപോലെ പരാതിയും കൊടുത്തു. ഇപ്പൊ കാര്യമെല്ലാം അറിഞ്ഞിട്ട് ആൻഡ്രൂ അവിടേക്ക് വന്ന് പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാരിയുണ്ട്. ഇവർക്കാണെങ്കിലോ ആൻഡ്രൂയെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഇവരെ എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആൻഡ്രൂ പോലീസുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ നമ്മുടെ മില്ലിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മില്ലിയെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു പോലീസുകാരിയാണെങ്കിലോ ആൻഡ്രൂവിനെ നല്ല ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ആൻഡ്രൂ മില്ലിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളോട് പറയുന്നുണ്ട്, ഏയ്, നിനക്കറിയാലോ അവളെ പറ്റി, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നീന ഒരു ബുക്കുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങൾ ഹോട്ടലിൽ പോയത്, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കാരണം ഞാൻ അവളുടെ ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞ് മില്ലിയോട് പറയുമ്പോഴത്തേക്കും മില്ലി ഒരു ഡയറി എഴുതാറുണ്ടല്ലോ, അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം, അതാണ് അവൾ വായിച്ചത്. എന്നിട്ട് ഒരു സൈക്കോയെ പോലെയല്ല, സൈക്കോ തന്നെയാണ്, അതുപോലെ നല്ല ദേഷ്യപ്പെട്ട് ഇവരോട് രണ്ടുപേരോട് സംസാരിക്കും. എന്നിട്ട് പറയും, നിന്നെ ഞാൻ എന്തായാലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, നീ എൻ്റെ ഡ്രസ്സ് മോഷ്ടിച്ചു, കാറ് മോഷ്ടിച്ചു,
പണം മോഷ്ടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ആൻഡ്രൂ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലൊരു സൈക്കോ ഭാര്യയെ സഹായിക്കുന്നത്. അവസാനം അവൻ പറയും, നീന നിർത്ത്, മതി, കുറേയായി, നിർത്തിക്കോ, ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമല്ല, ഇപ്പൊ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് നീന പറയും, എന്താ നിങ്ങൾ ഈ പറയുന്നേ, എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവള് കരയാൻ തുടങ്ങുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് മില്ലി വന്നിട്ട്, എന്താ മേഡം നിങ്ങളുടെ ഡ്രസ്സെല്ലാം ഞാൻ തന്നെ പാക്ക് ചെയ്ത് തരാം എന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവളും വന്ന് സംസാരിക്കുകയാണ്. ഇതുകൂടി ആവുന്നത് നീനയ്ക്ക് എങ്ങനെ ഉണ്ടാവും, ഒരു ഒറ്റയടി മില്ലിയെ. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് വന്ന് കാറിൽ കയറിയിരുന്നു. വെളിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ആ ഒരു ഗേറ്റിനടുത്തേക്ക് വന്നു നിന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. എന്നിട്ട് കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇത്രയും വലിയൊരു ജീവിതം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണോ എന്തോ അറിയത്തില്ല. അങ്ങനെ നീന പോയതും ആൻഡ്രൂ അവളുടെ മുഖത്ത് അടിയുണ്ടല്ലോ, അവിടെ ഐസ് എല്ലാം വെച്ചു കൊടുത്തിട്ട്, ഓക്കെ, നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്ക്, അല്ലെ വേറെ എവിടെയെങ്കിലും താമസിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു തരണോ, നീ ഇനിയിപ്പോൾ ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മില്ലി പറയും, ഇല്ല, അത് മാത്രം എനിക്ക് കഴിയത്തില്ല, കാരണം ഞാൻ പരോളിൽ വെളിയിൽ നിൽക്കുകയാണ്, എൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടില്ല, അതുവരെ ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്യണം, അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ തന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, നീ ഇവിടെ തന്നെ നിന്നോന്നും പറഞ്ഞ് ഇപ്പൊ നീന കൂടി പോകുന്നതും പിന്നീട് ഇവർക്ക് രണ്ടുപേർക്ക് സ്വാതന്ത്ര്യമാണല്ലോ, കാണിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെയുള്ള 24 മണിക്കൂറും റൊമാൻസ് 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 റൊമാൻസ്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ മില്ലി ആൻഡ്രൂന്റെ അമ്മ ഗിഫ്റ്റായിട്ട് കൊടുത്ത കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, അവന് ഇഷ്ടപ്പെട്ട അതിലൊരു പാത്രത്തിൽ ഫുഡെല്ലാം എടുത്തു വെച്ച് അവൾ അങ്ങനെ തിരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിൽ ആ ഒരു ജോലിക്കാരൻ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഇവള് പേടിച്ച് ആ ഒരു പാത്രങ്ങളെല്ലാം താഴെയിടും. അതെല്ലാം അങ്ങ് പൊട്ടിപ്പോയി. അപ്പോഴാണ് ശബ്ദം കേട്ട് ആൻഡ്രൂ അവിടേക്ക് വന്നിട്ട്, എന്തു പറ്റി, എന്തിനാ ഈ പാത്രം താഴെയിട്ട് പൊട്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ, കാരണം അവനെ ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രമാണല്ലോ. അപ്പോൾ മില്ലി പറയും, ഇല്ല വേറൊന്നുമല്ല, അതെ അവൻ എന്നെ അതുപോലെ നോക്കിയെന്ന് പറയുന്നതും ആൻഡ്രൂ ഓക്കെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് വന്നിട്ട്, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നിനക്ക് ഇവിടെ ജോലിയില്ലാന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പോകുമ്പോഴും അവൻ എന്തോ ഒരു വല്ലാത്ത രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. അകത്തേക്ക് വന്നിട്ട് ഇവനേക്ക് എന്തിനാണോ ഇവിടെ ജോലിക്ക് നിർത്തിയത്, അതും നീനയാണ് അവനെ ജോലിക്ക് നിർത്തിയത്, എന്ത് കണ്ടിട്ടാണെന്തോ എന്ന് പറഞ്ഞ് അവളെ ഇപ്പോൾ സമാധാനപ്പെടുത്തും. എന്നിട്ട് പറയും, ദേ ഈ പ്ലേറ്റ് എല്ലാം ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അവൾ പറയും, അല്ല ഇതിനീ വേണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്, എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കളയണ്ട, പൊട്ടിയതെല്ലാം ഒരു കവറിലാക്കി അത് പിന്നീട് നമുക്ക് ഒട്ടിച്ചെടുക്കാം, അതെവിടെയെങ്കിലും സേഫായിട്ട് മാറ്റി വെച്ചാൽ മതി എന്നും പറഞ്ഞ് അവനവിടെ നിന്ന് പോകുന്നതും അവളിപ്പോൾ ആ ഒരു പൊട്ടിയ പാത്രത്തിന്റെ ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം ഒരു കവറിലേക്ക് മാറ്റിയാണ്. പക്ഷേ അവൾ ഒരിക്കലും ആ ഒരു പാത്രങ്ങൾ കഴുകുന്നില്ല, പൊട്ടിയത് അതുപോലെ തന്നെ എടുത്താണ് കവറിലേക്ക് മാറ്റുന്നത്. ഇപ്പൊ ആ ഒരു വീട്ടിലെ നീനയ്ക്ക് പകരം ഒരു റാണിയെ പോലെ തന്നെയാണ് അവൾ താമസിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സെസിലിയുടെ റൂമുണ്ടല്ലോ, അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവളുടെ റൂമിൽ വെച്ചിരിക്കുന്ന ആ ഒരു പാവയുണ്ടല്ലോ, അതില് ഈ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് അച്ഛനും സെസിലിയുണ്ട്. പക്ഷെ അവളുടെ അമ്മയുടെ പാവം മാത്രം കാണുന്നില്ല. എവിടെയാണെന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിലത്തെ ആ ഒരു റൂമിൽ വെച്ചേക്കുന്നു. എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ വെച്ചതെന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആൻഡ്രൂ വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കിച്ചണിൽ ഈ പാത്രങ്ങളൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കാണുന്നതും ഇപ്പൊ അതിലൊന്നും കഴുകിയിട്ടില്ലല്ലോ, അത് കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷനാവും. അപ്പോൾ മില്ലി അടുത്തേക്ക് വരുന്നത് അവളോട് ചോദിക്കും, എന്തു പറ്റി ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വേറെ ഒന്നുമല്ല, അതെല്ലാം പൊട്ടിയിട്ട് ഷാർപ്പായിട്ടിരിക്കുകയല്ലേ, കഴുകി കഴിഞ്ഞാൽ കൈ മുറിയും, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ അവൻ അതെന്തോ ശരിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് മില്ലി അങ്ങനെ പൊക്കിയെടുത്തിട്ട് നേരെ അവളുടെ മുറി ഉണ്ടല്ലോ, മുകളിലത്തെ ഒരു മുറി, അവിടേക്ക് അവളെ കൊണ്ടുപോകും. എന്നിട്ട് അവൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ മദ്യം ഒഴിക്കുന്നത് അവൾ കാണുന്നില്ല. അങ്ങനെ അവൾക്ക് അത് കൊടുത്തിട്ട് അന്നത്തെ ദിവസം ആ റൂമിൽ തന്നെ കിടന്ന് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ മില്ലി കണ്ണു തുറക്കുന്നതും റൂമിനകത്ത് ആ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അത് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ഒരു ബക്കറ്റ്, പിന്നെ കുടിക്കാനായിട്ട് കുറെ വെള്ളവും, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓടി വന്നിട്ട് ആ ഒരു റൂം തുറക്കുമ്പോഴത്തേക്കും അവൾക്ക് ആ ഒരു റൂം തുറക്കാനും കഴിയുന്നില്ല. ഹലോ ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു റൂമിൽ തട്ടി വിളിക്കുകയാണ്. ആദ്യം തമാശയാണെന്ന് വിചാരിക്കും, പക്ഷെ അവൻ തുറക്കാത്തത് കൊണ്ട് അത് സീരിയസ് ആയിട്ട് അവൾ ബഹളം വെക്കുമ്പോൾ ആൻഡ്രൂ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഈ റൂമിന് വെളിയിൽ തന്നെ ഇരിപ്പുണ്ട്. അവൻ പറയും, ഇല്ല ഞാനത് തുറക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, ഹേയ് വെറുതെ തമാശയാക്കരുത്, തുറക്കാൻ പറയുമ്പോൾ അവൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് തുറക്കത്തില്ല എന്ന്. അവൻ ഇപ്പോൾ താഴേക്കിറങ്ങി പോകുന്നതും അവളെ ഉറക്കിക്കിടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ മറഞ്ഞു നിന്ന ആ ഒരു മദ്യത്തില് അവൻ എന്തോ കലക്കിയത്. ഇപ്പൊ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും നീനയുണ്ടല്ലോ, അവൾ ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ ഗേറ്റിനടുത്ത് വെച്ച് കാറിൽ നിന്ന് അവൾ കരയുന്നുണ്ടായിരുന്നല്ലോ, ആ സീൻ കാണിച്ചു തരാണ്. ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. എന്താണെന്ന് കാണിക്കുമ്പോൾ നീന സത്യത്തിൽ കരഞ്ഞതല്ല, അവള് സന്തോഷം കാരണം കരഞ്ഞതാണ്. അതോട് നല്ല ആസ്വദിച്ച് ചിരിക്കുമായിരുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ നീന മറ്റൊരു സ്ഥലത്ത് റൂമെല്ലാം വാങ്ങിയിട്ട് അതിനകത്ത് കിടന്ന് സന്തോഷം, ചാട്ടം, എന്താണ്
ഒരാൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആസ്വദിക്കും അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആൻഡ്രൂവിന്റെ ഫോട്ടോ അവൾ കത്തിച്ചു കളയുന്നു. കൂടാതെ സിസിലിക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്, എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ആ ഒരു കാര്യം, ഈ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങളെല്ലാം നമുക്കും ഇപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു തരികയാണ്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവറിലാണ് നമുക്കിതെല്ലാം കേൾപ്പിച്ചു തരുന്നത്. ആൻഡ്രൂ മില്ലിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നീനയുടെ അമ്മയുടെ അച്ഛന്റെ മരണത്തിലെ നീനയ്ക്കും എന്തോ ഒരു പങ്കുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്ന്. സത്യത്തിൽ അത് വെറുതെയാണ്. നീനയ്ക്ക് ഒരിക്കലും അതിൽ പങ്കൊന്നുമില്ല. അവളുടെ അമ്മയച്ഛനെയും അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നു. അവരുടെ മരണത്തിലെ അവളും ഒരുപാട് വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞുള്ള നീനയുടെ ജീവിതം, അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവള് പിന്നീട് അനാഥാശ്രമം ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം അവളെ അത്ര നല്ല രീതിയിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, അവളെ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ അവൾ പഠിച്ചിരുന്ന കോളേജിലെ പ്രൊഫസർ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഇഷ്ടം കുറച്ച് വളർന്നു വലുതായിട്ട് അവസാനം അവൾക്കൊരു കുഞ്ഞിനെയും കിട്ടി. അപ്പോൾ കോളേജിൽ ആ ഒരു പഠിത്തം കഴിയുന്നതിന് മുന്നേ തന്നെ അവൾ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഏതൊരു വക്കീലിന് അസിസ്റ്റന്റ് ആയിട്ടാണ് അവൾ ജോലി ചെയ്തത്, അതും ഒരു സിംഗിൾ മദറായിട്ട്. അങ്ങനെ ഒരു ദിവസം അവരുടെ ഓഫീസിൽ എന്തോ ഒരു ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് ആ ഒരു വക്കീൽ പറയുന്നതും നീന അതുപോലെ ആ ഒരു ഫയൽ എടുത്ത് ഈ വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നീനെ അയാൾ കളിയാക്കും. എന്താന്ന് വെച്ചാൽ ഒരു മദർ ആയതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് അവർ കളിയാക്കുന്നത്. ഇത് കാരണം നീന നല്ലതുപോലെ വിഷമിച്ച് ബാത്റൂമിൽ പോയിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അതേ മീറ്റിംഗിൽ തന്നെ ആൻഡ്രൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൻഡ്രൂ നീനയോട് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അവർക്ക് പകരമായിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നെല്ലാം ഒരു നല്ലവനെ പോലെ തന്നെ അവളോട് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഓക്കെ നമുക്ക് രാത്രി ഒരു ഡിന്നർ പോയാലോ എന്നും പറഞ്ഞിട്ട് നീനയെ കൂട്ടി അവനൊരു ഡിന്നറിന് പോകുന്നു, ആഹാരം കഴിക്കുന്നു. അതുമല്ല ആൻഡ്രൂവിനെ കാണാൻ തന്നെ അത്രയും ലുക്കാണ്, ഒന്ന് ചിരിച്ചാൽ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിൽ വീഴാത്ത പെണ്ണുങ്ങളില്ല. ഓക്കെ, നിങ്ങൾ കമന്റിൽ വേണമെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് ഈ ഒരു ആക്ടറിനെ കാണാനായിട്ട് എന്തോരം ഭംഗിയുണ്ടെന്ന്. അതുപോലെയാണ് നീനയും അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ കുറച്ചു നാളത്തെ ആ ഒരു പരിചയം പിന്നീട് ഇവരുടെ കല്യാണത്തിലേക്ക് എത്തുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. പിന്നീടുള്ള ജീവിതം നല്ല സന്തോഷമായിട്ട് ആ ഒരു വീട്ടിൽ റാണിയെ പോലെയാണ് അവൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവളുടെ തലമുടിയിൽ ഡൈ അടിക്കാൻ പറയും. അപ്പോൾ നീന പറയും ഓക്കെ, പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തു വയ്ക്കാമെന്ന് പറഞ്ഞ് അവനിപ്പോൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീന എന്തോ ഡൈ അടിക്കാനായിട്ട് മറന്നു. എന്താ ഡൈ അടിക്കാഞ്ഞേ, ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയതെന്ന് പറയുമ്പോൾ അയ്യോ സോറി ഞാൻ മറന്നുപോയി, നാളെ തന്നെ അത് ചെയ്യാന്ന് പറയുന്നതും അവന് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവൻ പറയും ഓക്കെ, മുകളിലത്തെ റൂമിൽ എൻ്റെ കുറച്ച് ഫയലുകളുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിപ്പോയിട്ട് ഏറ്റവും മുകളിലത്തെ ആ ഒരു മുറിയുണ്ടല്ലോ, മില്ലി താമസിച്ചിരുന്ന ആ ഒരു മുറി, അവിടേക്ക് ചെന്നിട്ട് ആ ഒരു റൂമിനകത്തേക്ക് കയറുന്നതും ഇവൻ വെളിയിൽ നിന്ന് ആ ഒരു ഡോറങ്ങ് അടയ്ക്കും. സത്യത്തിലെ ഉള്ളിൽ ഫയലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവൾ പറയും ആൻഡ്രൂ നീ എന്താ തമാശ കാണിക്കണോ, ഡോറ് തുറക്കാൻ പറയുമ്പോൾ അവൻ ഡോറ് തുറക്കത്തില്ല. ഇപ്പൊ അവൻ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ നിന്നോട് ഡൈ അടിക്കാൻ പറഞ്ഞു, പക്ഷെ നീ അത് ചെയ്തില്ല. എന്തുകൊണ്ടാ, നീ ചെയ്തത് തെറ്റാണ്, അതിന് ശിക്ഷയായിട്ട് ദേ ഒരു കവർ തരാന്ന് പറഞ്ഞൊരു കവർ ഉള്ളിലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും നിന്റെ 100 തലമുടി തലയിൽ നിന്ന് പിഴുതെടുത്ത് ഈ ഒരു കവറിലാക്കി എനിക്ക് താ, അതാണ് നിനക്കുള്ള ശിക്ഷ. അത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാം. തെറ്റിക്കഴിഞ്ഞാൽ ഒരു തവണ കൂടി നീ അതുപോലെ ചെയ്യേണ്ടി വരും, അതും വേരുൾപ്പെടെ നീ പിഴുതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതൊരു തമാശയല്ല എന്നുള്ള രീതിയിൽ അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ആദ്യമൊന്നും നീന അത് വലിയ കാര്യമാക്കത്തില്ല. ഓരോ ദിവസം കഴിയും തോറുമാണ് സീരിയസ്നെസ് അവൾക്ക് മനസ്സിലാവുന്നത്. കൂടാതെ അവൾക്കും കുടിക്കാനായിട്ട് കുറച്ച് വെള്ളവും അതേപോലെ തന്നെ 1-2 പോകാനൊക്കെ ആയിട്ട് ഒരു ബക്കറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, അതിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവൻ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ വിചാരിച്ചതുപോലെ ഒരിക്കലും നീനയല്ല സൈക്കോ, യഥാർത്ഥ സൈക്കോയെ ആൻഡ്രൂ ആണ്. എന്താന്ന് വെച്ചാല് അവന്റെ അമ്മ അവനെ കുട്ടിക്കാലം മുതൽ തന്നെ വളർത്തിയത് പണക്കാരായതുകൊണ്ട് തന്നെ ഒരു ഗൗരവം, മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നല്ലവരായിട്ട് നടക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, ഈ രീതിയിൽ അവനെ വളർത്തിയിട്ടുള്ളത്. അപ്പൊ അതുപോലെയുള്ളൊരു ജീവിതം ജീവിച്ച് ഇവനും അതുപോലൊരു സൈക്കോ ആയിട്ട് മാറി. മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഗൗരവത്തോടെ നല്ല ക്ലീൻ ആയിട്ട് എല്ലാവരും നല്ലതുപോലെ പറയുന്ന ആ രീതിയിൽ തന്നെ നടക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി ഉണ്ടല്ലോ, അതേപോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു കുറ്റം ഇവർക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാണ് അവളും അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇവൻ ഇതുപോലൊരു ശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ നീന എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തലമുടി 100 എണ്ണം പിഴുതെടുത്ത് അത് കവറിലാക്കി കൊടുക്കുന്നതും അവൻ അത് എടുത്തു നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞാണ് വീണ്ടും ആ ഒരു കവർ ഉള്ളിലേക്ക് വരുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു മുടി മാത്രം കറക്റ്റായിട്ട് പിഴുതെടുത്തില്ലാന്ന്, എന്താണെന്ന് വെച്ചാൽ വേരുൾപ്പെടെ വന്നില്ലാന്ന്. അതുകൊണ്ട് ഒന്നേന്ന് പറഞ്ഞ് ഇത് ചെയ്യണമെന്ന് പറയുന്നതും അവൾക്ക് എങ്ങനെ ഉണ്ടാവും, പക്ഷെ വേറെ വഴിയില്ല, ഇതിനകത്ത് കിടന്ന് മരിക്കാനായിട്ട് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് അവൾ വീണ്ടും അതുപോലെ തന്നെ തലമുടി പിച്ചിയെടുത്ത് കവറിലാക്കി അവന് കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ കതക് തുറന്നു, താഴെ വന്ന് വീഴുന്നതും കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കും. വെള്ളം കുടിച്ചിട്ട്
നീന നേരെ പോകുന്നത് തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓടി താഴേക്ക് ചെല്ലുമ്പോൾ മകൾക്കൊരു കുഴപ്പമില്ല. അവൾ ചെല്ലുമ്പോൾ അവളുടെ ബോധം പോയിട്ട് താഴെ വീഴും. എന്താന്ന് വെച്ചാല് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്ത ആ ഒരു വെള്ളത്തിലും എന്തോ കലക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും പോലീസ് വന്ന് അവളെ എടുത്തോണ്ട് പോവാണ്. കൂടാതെ അവൾ കിടക്കുന്ന ആ ഒരു മുറിയിൽ തന്നെ ബാത്ടബില് കുട്ടിയും കിടപ്പുണ്ട്. എന്താന്ന് വെച്ചാല് ഇവള് കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം അവൻ അതുപോലെ സെറ്റ് ചെയ്യുമായിരുന്നു. എന്താന്ന് വെച്ചാൽ അവളെ ഒരു സൈക്കോ ആയിട്ടുള്ള സ്ത്രീയാക്കി മാറ്റാൻ വേണ്ടി. എന്താന്ന് വെച്ചാൽ അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് നാൾ അവളെ കിടത്തും. അത് കഴിഞ്ഞ് ഇവൾക്ക് ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതുപോലൊരു സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 5-6 മാസം അവിടെ താമസിപ്പിക്കും. അത് കഴിഞ്ഞ് അവളെ വീണ്ടും തിരിച്ച് ആൻഡ്രൂ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവരും ഈ വീട്ടിലേക്ക്. ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിലോ അവളുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. സത്യത്തിൽ ഈ കുട്ടി അവളുടെ കുട്ടി തന്നെയാണ്, ആ ഒരു പ്രൊഫസറിലൂടെ ഉണ്ടായ കുഞ്ഞ് അത്. അപ്പോൾ ഈ ഒരു കുട്ടിയെയും ആൻഡ്രൂവിന്റെ അമ്മ ആൻഡ്രൂവിനെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ തന്നെയാണ് വളർത്തുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കുട്ടിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ക്ലീൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു സീനിൽ മില്ലിയോടും അത് പറയുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഇതാണ്. ഇപ്പൊ തിരിച്ചു വന്നിട്ട് തന്റെ കുട്ടിയെ കാണുമ്പോഴത്തേക്കും അവൾക്ക് അത്രയും സന്തോഷമായ ഒരു കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അവള് വീണ്ടും അവൻ പറയുന്നത് പോലെ തന്നെ ജീവിക്കാൻ തുടങ്ങാണ്. വേറെ വഴിയില്ല. ഇപ്പൊ തന്റെ കുടുംബക്കാരുടെ മുന്നിലെ, കൂട്ടുകാരുടെ മുന്നിലെ, അയൽക്കാരുടെ മുന്നിലെ ഇവിടെയെല്ലാം ആൻഡ്രൂ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അത്രയും നല്ലൊരു ഭർത്താവാണ്, പ്രസ്റ്റീജ് അത് ഇത് എന്ന് പറയണ്ട, എല്ലാത്തിലും അവനാണ് മികച്ചത് എന്നുള്ള രീതിയിലാണ് അവൻ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വേറെ വഴിയില്ലാതെ അവനോടൊപ്പം നീനയും ഇത്രയും നാൾ ജീവിക്കുമായിരുന്നു. പക്ഷെ ഇതുപോലൊരു സൈക്കോയോടൊപ്പം ഇനി ഒരു കുട്ടിയെ പ്രസവിച്ച് ജീവിക്കാനായിട്ട് അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവൾക്ക് ഇനി കുട്ടി ഉണ്ടാവത്തില്ലാന്ന് അവൾ എങ്ങനെയാ ഒരു ഡോക്ടറിനെ കൺവിൻസ് ചെയ്യിച്ച് ആ ഡോക്ടറിനെ കൊണ്ട് പറയിക്കുമായിരുന്നു. സത്യത്തിൽ അവൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും, അവൾക്കൊരു കുഴപ്പമില്ല. അതുപോലെ ഇതിനിടയിലും അവൾ ഒരുപാട് തവണ ഇതുപോലെ ആ ഒരു റൂമിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊടിയിരുന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താലോ ഇതുപോലുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാം അവസാനം വരണം. അതേപോലെ തന്നെ ഇവനായിട്ട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ അവനായിട്ട് തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി നീന ചെയ്ത ഒരു പ്ലാനായിരുന്നു ഒരു ജോലിക്കാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അവൾ തെരഞ്ഞെടുത്തത് മില്ലിയെ. ഓക്കെ, ഇതിനിടയിൽ ഒരാളും കൂടിയുണ്ട്, മറ്റേ ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ, പ്ലംബർ. അവന് നീനായിട്ടുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് വെച്ചാല് എൻസോ എന്ന് പറഞ്ഞിട്ട് അവന്റെ സഹോദരിയെയും ഇതുപോലെ തന്നെ ഈ ഒരു സൈക്കോ ആൻഡ്രൂ ഉണ്ടല്ലോ, അവൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ പ്രണയിച്ച് വിവാഹം കഴിച്ചു. എന്നിട്ട് അവളെയും ഇതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് നീനയോട് ഇവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇങ്ങനൊരു ജീവിതം നീ ജീവിക്കേണ്ടെന്ന്. പക്ഷെ നീനയ്ക്ക് ഒരിക്കലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തില്ല, തന്റെ കുഞ്ഞുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നീന മില്ലിയെ ഇവിടേക്ക് ജോലിക്കായിട്ട് വരുത്തിയതും. എന്നിട്ട് തനിക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ ആൻഡ്രൂവിനെയും അതേപോലെ തന്നെ മില്ലിനെ കാണിക്കണം. അതിലൂടെ ആൻഡ്രൂവിനെ നീനയോട് നല്ല ദേഷ്യം വരും. അതുമല്ല, ആൻഡ്രൂവിനെ മില്ലിയോട് ഇഷ്ടം വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മ്യൂസിക് ഷോയ്ക്ക് പോകാനും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മില്ലിയെ എപ്പോഴും വഴക്കു പറയുമല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൻഡ്രൂവിന് മില്ലിയായിട്ട് കുറച്ച് അടുപ്പമുണ്ടാവും. അതിലൂടെ ഇവർ രണ്ടുപേരും അടുക്കുമ്പോൾ അവസാനം മുഴു ഭ്രാന്തിയാണെന്ന് കാണിച്ച് ആൻഡ്രൂവിനെ കൊണ്ട് തന്നെ നീനയെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളൊരു പ്ലാനായിരുന്നു അവൾ ചെയ്തത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതിനിടയിൽ എൻസോ എന്ന് പറഞ്ഞ അവന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മില്ലിയെ ഈ സൈക്കോയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം നീന ചെയ്യുന്നത് അവനൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പലതവണയും അവൻ മില്ലിക്ക് കുറച്ച് വാണിംഗ് കൊടുത്തിട്ട് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം നീന അത് വന്ന് തടയുമായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നീനയെ കാണിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ചെറിയ കത്തിയുണ്ട്, കയ്യിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു കത്തി എപ്പോഴും അവളുടെ കയ്യിലുണ്ടാവും. ഇപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ അവൾ ആ ഒരു കത്തി എവിടെ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെവിടെയാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഇപ്പോൾ നീന ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ തന്റെ മകളെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മില്ലിയെ കാണിക്കുമ്പോൾ മില്ലി ഇപ്പോഴും ആ ഒരു റൂമിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ അവളെ എത്ര അലറി വിളിച്ചിട്ടും അവൻ വിടാൻ പോകുന്നില്ല. അവസാനം അവൻ തന്നെ വന്നിട്ട് അവളോട് പറയാണ്, ഓക്കെ, നിനക്ക് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം എന്നും പറഞ്ഞ് ആ പൊട്ടിയ പാത്രത്തിൽ ഒരു പീസ് എടുത്ത് അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട്, ദേ ആ പാത്രം പൊട്ടിയത് 21 പീസായിട്ടാണ്. അതുപോലെ നിന്റെ ദേഹത്ത് മുഴുവനായിട്ടും ഒരു 21 മുറിവ് നല്ല ആഴത്തിലുണ്ടായി കഴിഞ്ഞാൽ നിന്നെ എന്തായാലും പുറത്ത് വിടാം. അതായിരിക്കും ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഇനി ഒരിക്കലും നീ ഇതുപോലെ ചെയ്യരുത്. ആ ഒരു പാത്രങ്ങളെല്ലാം എനിക്ക് എത്ര വേണ്ടപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ. ഒരുപക്ഷെ നീ ഒരു മുറിവ് പോലും കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നീ അതുപോലെ ചെയ്യേണ്ടി വരും എന്നെല്ലാം ഇവന്റെ ആ ഒരു നിബന്ധനകളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു സൈക്കോ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. ഇത് കേൾക്കുന്ന മില്ലിക്ക് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മില്ലിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മില്ലി എങ്ങനെയാണ് ജയിലിലായത്, അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നത്, ആ കാര്യങ്ങളൊക്കെ. എന്താന്ന് വെച്ചാൽ അവള് സ്കൂളിൽ പഠിക്കുമ്പോൾ അതേ സ്കൂളിൽ തന്നെ നല്ല പണക്കാരനായിട്ടുള്ള, കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരുത്തൻ
അവനെ എല്ലാ പെണ്ണുങ്ങൾക്കും ക്രഷ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മില്ലിക്ക് അവനോട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മില്ലി ഇവരെ ഹോസ്റ്റലിലാണ് നിന്ന് താമസിക്കുന്നത്. അതേപോലെ തന്നെ മില്ലിയോടൊപ്പം ഒരു പണക്കാരിയായിട്ടുള്ള ഒരു സുഹൃത്ത് അവൾക്കുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ ഒരു ദിവസം റൂമിനകത്തേക്ക് കയറി വരുമ്പോൾ ആ പണക്കാരനായിട്ടുള്ള അവനും അവളുടെ സുഹൃത്തുണ്ടല്ലോ, ഇവര് രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇത് കണ്ട മില്ലിക്ക് ഒട്ടും സഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവളുടെ സുഹൃത്തിന് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവൻ അവളെ റേപ്പ് ചെയ്യുന്നത് പോലെ. ഇത് കണ്ട മില്ലി അടുത്തുള്ളൊരു കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയിലേക്ക് അടിച്ചടിച്ചടിച്ച് അവനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഇപ്പോ അവളുടെ സുഹൃത്തിന് ഇതുപോലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലേ അത് ഒരു പണക്കാരിയായതുകൊണ്ട് തന്നെ അവൾക്ക് അത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് നീ എന്താ ചെയ്തേ എന്നും പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കൂടാതെ അവൾക്ക് ഇതിലൊരു പങ്കുമില്ല, എല്ലാം ചെയ്തത് മില്ലിയാണെന്നുള്ള രീതിയിൽ കുറ്റം മുഴുവൻ മില്ലിയുടെ മുകളിലാക്കി. അങ്ങനെയാണ് മില്ലിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും അത്രയും വർഷത്തെ ശിക്ഷ അവൾക്ക് കൊടുക്കുന്നതും. അങ്ങനെ ആ ഒരു 15 വർഷം അവൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിൽ 5 വർഷമാണെങ്കിലോ നല്ല നടപ്പിന് വേണ്ടിയിട്ട് അവളെ പുറത്തേക്ക് വിടുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് വന്ന് അവൾ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും ഇതുപോലെ സ്ത്രീകളെ ആരൊക്കെ ഉപദ്രവിക്കുന്നുണ്ടോ അവരോട് എല്ലാവരോടും അവൾ അതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. കയ്യിൽ കിട്ടുന്ന കാര്യം എടുത്ത് തലമണ്ടയ്ക്ക് കൊടുക്കും ഒരാടി. അതിനുശേഷമാണ് അവൾ ഇതുപോലെ ഒരു വീട്ടിലേക്ക് ജോലിക്ക് വന്നതും പിന്നീട് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതും. അങ്ങനെ അവളുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ച് വീണ്ടും മില്ലിയെ കാണിക്കുമ്പോൾ തന്റെ ദേഹത്ത് ആ ഒരു മുറിവൊന്നും ഇടാതെ ആ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്. നീനക്ക് ഇതുപോലെയുള്ള ശിക്ഷയാണ് കൊടുത്തത്. ഇപ്പൊ ബാത്റൂമിൽ പോകാനും ഒന്നും പറ്റത്തില്ലല്ലോ. ആകെയുള്ളതൊരു ബക്കറ്റും അതേപോലെ തന്നെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളവും, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എത്ര ദിവസം ഇങ്ങനെയൊന്ന് കഴിയാനായിട്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാന്നും പറഞ്ഞ് മില്ലിയും വേറെ വഴിയില്ലാതെ അവളുടെ വയറിൽ അതുപോലെ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ മുറിവുകൾ ഉണ്ടാക്കി അവൾ അവിടെ കിടക്കുന്നതും സൈക്കോ ആൻഡ്രോയ്ക്കാണെങ്കിലോ ഈ റൂമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് എന്തോ ക്യാമറ വെച്ചിട്ടുണ്ട്, അതുവഴി കാണാൻ കഴിയും. ഇവിടെയാണ് മറ്റൊരു കാര്യം, നീനയുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നല്ലോ. ആ കത്തി ഈ റൂമിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ മില്ലി എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അതേസമയം നീനയും അവളുടെ മകളായിട്ടുള്ള സിസിലിനെ കാണിക്കുമ്പോൾ നീന ഇപ്പോ പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെയും രക്ഷപ്പെട്ടു, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സിസിലിയെ പറയും, അല്ല ആ ഒരു ജോലിക്കാരി അവളെ നമുക്ക് കൊണ്ടുപോയിക്കൂടെ എന്നാ ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കുട്ടിയും അവനെ പോലെ ഒന്നല്ല, സത്യത്തിൽ അവളും ഇതുപോലെ ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ മില്ലിയോട് പെരുമാറാൻ കാരണം അവൾ ഈ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ അവൾ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആൻഡ്രൂ സൈക്കോ ഉണ്ടല്ലോ, അവനിപ്പോ ഡോറ് തുറന്ന് മില്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് ഉമ്മയെല്ലാം കൊടുത്ത് അവളോട് സമാധാനത്തിൽ പറയാണ്, ഹേയ് പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തു കഴിഞ്ഞാലേ നിനക്ക് നല്ലൊരു ജീവിതമായിരിക്കും, റാണിയെ പോലെ നിനക്ക് താമസിക്കാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേൾക്കണം എന്നും പറഞ്ഞിട്ട് അവളുടെ വയറ്റിലുള്ള ആ ഒരു മുറിവുണ്ടല്ലോ അത് ഓരോന്നായിട്ട് എണ്ണി നോക്കുകയാണ്. ഹിംമാതിരി സൈക്കോ. എന്നിട്ട് പറയും, ഓക്കെയാണ്, നമുക്ക് നിറയെ കുട്ടികൾ വേണം, അങ്ങനെ അവിടെ ഇങ്ങനെ ആവണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും മില്ലി പറയും, അതെ എല്ലാം ചെയ്യാം, പക്ഷെ എന്നെപ്പറ്റി മാത്രം നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ആ ഒരു കത്തിയെടുത്ത് കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ടോട് രക്ഷപ്പെടാനായിട്ട് പോകുമ്പോഴത്തേക്കും അവന്റെ ഫോൺ താഴെ കിടപ്പുണ്ട്. അതും എടുത്തോടാൻ വരുമ്പോൾ ഇവൻ പെട്ടെന്ന് കാലിലേക്ക് വന്ന് പിടിക്കും. തിരിഞ്ഞു കിടന്നിട്ട് ഒരു 2-3 ചവിട്ട് ഇപ്പൊ അവനെ ചവിട്ടി റൂമിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന ആ ഒരു ഡോർ അടയ്ക്കുന്നതും അവൻ ഇപ്പൊ ഓടി വന്ന്, ഹേയ് തുറക്ക്, മില്ലി തുറക്കെന്ന് പറയുമ്പോൾ ഇവളും എല്ലാം തുറക്കോ, ഒരിക്കലുമില്ല. അവൾക്ക് എങ്ങനെയാണോ പണി കൊടുത്തത് അതുപോലെ തന്നെ അവന് കൊടുക്കാൻ വേണ്ടി നീ അവിടെ അകത്ത് കിടന്നോ, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളവും കുടിച്ചിട്ട് സാൻഡ്വിച്ചും ഉള്ളതെല്ലാം പറക്കി തിന്നുകയാണ്. നല്ല വിശപ്പുണ്ട്. എന്തായാലും നമ്മുടെ നീനയെ പോലെയല്ല, കാരണം ജയിലിലൊരു 10-15 വർഷം കിടന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇതെല്ലാം സാധാരണ വിഷയമാണ്. നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അവന്റെ അമ്മ മെസ്സേജ് ചെയ്യുന്നത്, നിന്റെ ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തോ, എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യമെല്ലാം ചെയ്തു തീർക്ക്, മൈ ബ്യൂട്ടിഫുൾ സൺ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണുന്നതും ഓക്കെ ബ്യൂട്ടിഫുൾ സണ്ണിനെ ഇപ്പോ വികൃതാക്കി തരാമെന്ന് പറഞ്ഞ് അവൾ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് അവന്റെ അമ്മ അവന് ഗിഫ്റ്റായിട്ട് കൊടുത്ത കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് നേരെ റൂമിന് വെളിയിലേക്ക് വരും. എന്നിട്ട് ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ട്, അതെടുത്ത് ഈ റൂമിനകത്തേക്ക് ഇട്ടിട്ടാണ് പറയുന്നത്, ഓക്കെ നിനക്കിപ്പോൾ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ പല്ല് പിഴുതെനിക്ക് തരണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, ഹേയ് മില്ലി നീ എന്നെ പുറത്തിറക്ക്, എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിനക്കത് ശരിയാക്കാൻ പറ്റും, വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതുപോലെ ആവുമെന്നെല്ലാം പറയുമ്പോൾ അവൾ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല, പറഞ്ഞ കാര്യം ചെയ്യാൻ പറയും. അപ്പോൾ അവൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, ശരി അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ അമ്മ തന്ന ആ ഒരു ഗിഫ്റ്റ് ഓരോന്നായിട്ട് ഇപ്പൊ ഞാൻ പൊട്ടിക്കാൻ പോവാണെന്ന് പറഞ്ഞ ആ ഒരു പാത്രങ്ങൾ ഓരോന്ന് താഴേക്കെടുത്ത് എറിയുന്നതും ഇവൻ അത് മാത്രം സഹിക്കാൻ കഴിയുന്നില്ല. വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവളെല്ലാം താഴേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിക്കും. എന്നിട്ട് കുറച്ച് പെട്രോളും കൊണ്ടുവന്നിരുന്നു, അതെടുത്ത് ഈ ഒരു റൂമിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പൊ ഞാനിത് കത്തിക്കുമെന്ന് പറയുമ്പോൾ ഓക്കെ കത്തിച്ചു കഴിഞ്ഞാൽ വേറെ വഴിയില്ല, അതുകൊണ്ട് അവൻ ആ ഒരു പ്ലെയർ എടുത്ത് പല്ലിലേക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവന്റെ ഒരു പല്ല് കഷ്ടപ്പെട്ട് വലിച്ചങ്ങ് ഇളക്കുകയാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും ഓക്കെ മതിയോ,
ഇനി എന്നെ പുറത്തു വിട്ടുവരാൻ ചോദിക്കുമ്പോൾ ഇവൾ അത് ചെയ്യാൻ പറഞ്ഞതേ അവന്റെ ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു പല്ലില്ലാത്ത ഇവൻ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് അവള് പറയും ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് അവളൊന്നും മിണ്ടാതെ പെട്ടെന്ന് താഴേക്കിറങ്ങി പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും മില്ലിയാണെങ്കിലോ മദ്യമെല്ലാം കഴിച്ചിട്ട് നല്ലതുപോലെ TV എല്ലാം കണ്ട് ആ ഹാളിൽ കിടക്കാണ്. അതേ സമയം വെളിയിൽ കാണിക്കുമ്പോൾ നീന ഇപ്പൊ ആരും അറിയാതെ ഈ ഒരു വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ആ ഒരു പാസ്വേഡ് എല്ലാം അടിച്ച് ഗേറ്റ് എല്ലാം തുറന്നു വരികയാണ്. ഇപ്പൊ ഇവള് ഈ വീട്ടിലേക്ക് വരാൻ കാരണം മില്ലിക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവള് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നീന അറിയുന്നില്ല. നീന ആരും കാണാതെ ഈ ഒരു വീടിനകത്തേക്ക് കയറി മുകളിലത്തെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ വെട്ടമുണ്ട്. അതുകൊണ്ട് മില്ലി എന്തായാലും അവിടെ തന്നെ ഉണ്ടെന്ന് അവൾക്ക് അറിയാം. ഇപ്പൊ താഴെ ആ ഒരു ടിവിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അവള് വിചാരിക്കും TV കാണുന്നത് ആൻഡ്രൂ ആണെന്ന്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ അവള് പെട്ടെന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഈ നടക്കുന്ന ശബ്ദം കേട്ടിട്ട് മില്ലിക്ക് മനസ്സിലായി മുകളിൽ ആരോ പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് മില്ലി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടി കയറുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ നീന ആ ഒരു റൂമിന്റെ വെളിയിൽ വന്നിട്ട് മില്ലി നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ഡോർ തുറക്കാണ്ട് വരുമ്പോൾ മില്ലി താഴെ നിന്നും അത് തുറക്കരുതെന്ന് പറയുന്നതിന് മുന്നേ അവൾ ആ ഒരു ഡോർ അങ്ങ് തുറക്കുന്നു. തുറക്കുമ്പോഴത്തേക്ക് ആരാണ്? സൈക്കോ വെളിയിൽ വന്നത് നീനയെ തള്ളി താഴേക്കിടുന്നതും ഇപ്പൊ നമ്മുടെ മില്ലി നേരെ മുകളിലേക്ക് വന്ന് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. അവന്റെ കഴുത്തിൽ പിടിച്ച് താഴെ കിടക്കുന്നു. രണ്ടുപേരും തറയിൽ കിടന്ന് ഉരുളുന്നു. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് അവന്റെ തലയിലടിക്കുന്നു. അതുമല്ല അവന്റെ കഴുത്തിലേക്ക് കുത്തിയിട്ട് അവനെ ചവിട്ടിക്കളഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഓടും. ഇവൻ പുറകെ വരുന്നുണ്ടെങ്കിലും മില്ലിയെ പിടിക്കാൻ കഴിയത്തില്ല. വീടിന് വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. അവൾ എന്തായാലും രക്ഷപ്പെട്ടു പോയെന്ന് മനസ്സിലായി. അങ്ങനെ സൈക്കോ ആൻഡ്രൂ ഉണ്ടല്ലോ അവൻ വീട്ടിൽ അകത്തേക്ക് കയറി വരും. എന്നിട്ട് ഹലോ എവിടെയാ നീ ഉള്ളത്? എന്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യ നീ എവിടെയാണ്? നീ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? എന്തായാലും നീ എന്നെ രക്ഷിക്കാനല്ല ഈ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ വന്നിട്ടുള്ളത്. ഇപ്പോ നീനയാണെങ്കിൽ മുകളിലാണ് ഉള്ളത്. അപ്പൊ അവൻ പറയും ഓക്കെ നടന്നത് നടന്നു, നമുക്കെല്ലാം മറക്കാം, എന്നിട്ട് പഴയതുപോലെ തന്നെ ജീവിക്കാം. അവളോ പോയി, അതുകൊണ്ട് നമുക്ക് പഴയതുപോലെ തന്നെ ജീവിക്കാന്ന് പറയുമ്പോൾ നീന പറയും നിന്നെ പോലെ ഒരു സൈക്കോയോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഓക്കെ പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെ കൊണ്ട് ഒരിക്കലും കുട്ടികളെ പ്രസവിക്കാണ്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ പ്രായവും കൂടി വരുന്നു. നിന്നെ വേറെ ആരും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്നോടൊപ്പം ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അവൻ അറിയത്തില്ലല്ലോ അവൾക്ക് അതിന് കഴിയുമെന്ന്. ഇപ്പൊ അവള് പറയും നിന്റെ അച്ഛൻ നിനക്ക് ഇതുപോലെ പല ശിക്ഷകളും കുട്ടിക്കാലത്ത് തന്നിട്ടുണ്ട്. നിന്റെ അമ്മയാണെങ്കിലോ നിന്നെ നല്ലതുപോലെ നോക്കുന്നു. പക്ഷേ ഇവിടുത്തെ ജോലിക്കാരി നിന്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് വന്നവര് ആർക്കും നിന്നെ ഇഷ്ടമല്ല. നിന്നെ പോലെ ഒരു സൈക്കോയോടൊപ്പം ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് നിന്നോടൊപ്പം ജീവിക്കാതിരിക്കുന്നതാണ് എന്ന് അവളുടെ വായിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവൻ നോക്കി പറയുമ്പോൾ ഇത്രയും കേട്ട ആ സൈക്കോ വെറുതെ ഇരിക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ നീ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഓടി വന്ന് അവളെ തള്ളാനായിട്ട് വരുമ്പോൾ അവൾ പെട്ടെന്ന് മാറുമ്പോഴത്തേക്ക് അവിടെ ആരാണ്? നമ്മുടെ ഹീറോയിൻ മില്ലി. അവൾ എവിടെയും പോയിട്ടില്ലായിരുന്നു, ഇവിടെ തന്നെയുണ്ട്. അവളാണെങ്കിലോ അങ്ങനെ ആ ഒരു സൈക്കോയെ പിടിച്ചിട്ട് ഒരു ഒറ്റ തള്ളു അവൻ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് സ്പോട്ടിൽ തന്നെ അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇവൻ മരിച്ചതുകൊണ്ട് ഇതൊരു സാധാരണ മരണമാക്കി മാറ്റണമല്ലോ. അതുകൊണ്ട് മുകളിലത്തെ ഒരു ബൾബ് ഊരി താഴേക്കിടും. എന്താണെന്ന് വെച്ചാൽ ബൾബ് മാറ്റാനായിട്ട് മുകളിലേക്ക് കയറിയപ്പോൾ താഴെ വീണ് മരിച്ചു എന്നാക്കാൻ വേണ്ടി. എന്നിട്ട് രണ്ടുപേരും താഴേക്ക് വന്നിട്ട് ഇവൻ മരിച്ചൊന്ന് ഒരു തവണ കൂടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ട്. അതുമല്ല അവന്റെ വായിൽ നിന്ന് ഊരിയ ഒരു പല്ലുണ്ടല്ലോ അതും അടുത്തായി തന്നെ ഇടും. എന്നിട്ട് നീന മില്ലിയോട് പറയുന്നുണ്ട് സോറി മില്ലി, ഇതുപോലൊരു അപകടത്തിലാണ് നിന്നെ വിട്ടിട്ട് ഞാൻ പോയത്, അതിന് സോറി. മില്ലി പറയും ഹേയ് അതൊന്നും കുഴപ്പമില്ല, ഇവരെ പോലെയുള്ളവർക്ക് ഞാനാണ് ഓക്കെ എന്നും പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പോലീസിനെല്ലാം വിളിച്ചു വരുത്തുന്നു. പോലീസായിട്ട് വരുന്നത് വേറെ ആരുമല്ല, ഇടയ്ക്ക് ഒരു സീനിൽ ഒരു ലേഡി പോലീസിനെ കണ്ടല്ലോ, സൈക്കോയോട് നല്ല ദേഷ്യമുള്ള അവരാണ്. അപ്പൊ അവരോട് നീനയും മില്ലിയും പറയുന്നത് ഇതുപോലെ ബൾബ് മാറ്റാനായിട്ട് കയറിയപ്പോഴത്തേക്കും താഴെ വീണ് മരിച്ചു എന്നാണ്. പക്ഷെ പോലീസുകാർക്ക് കറക്റ്റായിട്ട് അറിയാം താഴെ വീണ് മരിച്ച ഒരാളുടെ മറ്റു ഭാഗങ്ങളിൽ വലിയ മുറിവുകളൊന്നുമില്ല, പല്ല് മാത്രം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഴുമ്പോഴത്തേക്കും പരിക്ക് പറ്റാത്ത ഭാഗങ്ങളാണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് ഇവർ തന്നെയാണ് അവനെ കൊന്നത് എന്നുള്ള കാര്യം പോലീസുകാർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ പോലീസുകാർ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, എനിക്കിതിൽ സന്തോഷമുള്ളെന്ന് പറയും. എന്താന്ന് വെച്ചാല് ഇവൻ ഇതുപോലെ കല്യാണം കഴിച്ച സ്ത്രീകളിൽ ഒരാള് ഇവരുടെ സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൈക്കോയെ പറ്റി അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ആ ഒരു സൈക്കോയെ കാണുമ്പോൾ ഇവർക്ക് അത്രയും ദേഷ്യമുള്ളത്. അതുകൊണ്ട് പോലീസുകാർ എന്തായാലും ഇവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുമെന്നും പറഞ്ഞ് അവരും അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം അവന്റെ ഒരു മരണാനന്തര ചടങ്ങുണ്ടല്ലോ ഫ്യൂണറല്, അതില് അയൽക്കാര് അവൻ ഇഷ്ടപ്പെടുന്നവര് ജോലിക്കാര് എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും അവരൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവിടെ നമ്മുടെ ഹീറോയിൻ എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ ഒരു ഫ്യൂണറൽ നടക്കുമ്പോൾ എല്ലാവരും വിഷമിക്കും. അതിനിടയിൽ ചിരിക്കുന്നത് മൂന്നേ പേര്, ആ ഒരു പോലീസുകാരി, നീന, മില്ലി. കാരണം ഇവർക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അവൻ വേറൊരു ഒരു സൈക്കോ ആണെന്ന്. ഇപ്പൊ അതിനിടയിലും അവന്റെ അമ്മ നീനയോട് ചോദിക്കുന്നുണ്ട് അവന്റെ ഒരു പല്ല് പോയെന്ന് പറഞ്ഞല്ലോ, ആ പല്ലെവിടെ? കാരണം എന്റെ മകന് പല്ലില്ലാതെ ഒരു സൗന്ദര്യം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. മരിക്കുമ്പോഴും ആ ഒരു അന്തസ്, അഭിമാനം, സൗന്ദര്യം ഇതെല്ലാം നോക്കണമെന്നുള്ള അവരുടെ നിർബന്ധമുണ്ടല്ലോ, അതാണ്. എന്തായാലും ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ നീന
ഒരിക്കലും വിവാഹമോചനം അവന്റെ നിന്ന് നേടിയിട്ടില്ല. അതുകൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വത്തുക്കളെല്ലാം ഇനി നീനയ്ക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് അവളുടെ ജീവിതം എന്തായാലും സേഫ് ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മില്ലി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നീന അവളെ കണ്ടിട്ട് മില്ലി, നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മില്ലി പറയും, എനിക്ക് ഒരു നാട് വിട്ട് എവിടേക്കും പോകാൻ കഴിയത്തില്ല, എന്റെ ശിക്ഷ കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നീന അവൾക്കൊരു ചെക്ക് കൊടുക്കും. അതിൽ അത്യാവശ്യം നല്ല തുക തന്നെ നമ്മുടെ മില്ലിക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് എല്ലാത്തിനും നന്ദിയെന്നും പറയും. അതേപോലെ തന്നെ നമ്മുടെ മില്ലിയെ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതും നീനയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ മില്ലി അവിടേക്ക് വരുമ്പോൾ ആ ഒരു സ്ത്രീ അവളെ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ മില്ലിയോട് പറയുന്നുണ്ട്, നീ ഒരു നല്ല ജോലിക്കാരിയാണെന്ന് നീന എന്നോട് പറഞ്ഞിരുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് എന്ന് പറഞ്ഞ് അടുത്തുള്ള ആ ഒരു കത്തിയിലേക്ക് കൈവയ്ക്കുമ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു പാടുണ്ട്. എന്തോ അവരുടെ ഭർത്താവും ഇവരെ വേദനിപ്പിക്കുന്നത് പോലെ. ഇപ്പൊ ആ ലേഡി ചോദിക്കും, അപ്പോ ജോലി നല്ലതുപോലെ ചെയ്ത് തീർക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാ ഒരു കത്തി താഴേക്കിട്ട് ചോദിക്കുമ്പോൾ മില്ലി പറയും, അതെ, അതിന് തന്നെയാണല്ലോ ഞാൻ വന്നിട്ടുള്ളത് എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, ഇതുപോലെ ആരൊക്കെയാണോ ഭർത്താവ് കാരണം കഷ്ടപ്പെടുന്നത് അവരുടെ വീട്ടിലേക്കാണ് നമ്മുടെ മില്ലിയെ പറഞ്ഞു വിടുന്നത്. അവിടെ ചെന്ന് അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു പണിയെല്ലാം കൊടുത്ത് അവരെ രക്ഷിക്കുക. ഇതാണ് മില്ലിയുടെ ജോലി. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തൊരു മൂവിയാണ്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഇത് വേറെ ഒരുപാട് ചാനലുകൾ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ആരും ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു ഇൻട്രോ ആദ്യം പറയാനുള്ളതാണ്, വെറുതെ സമയം കളയേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.